എന്താ കാര്യം മറുതീര? ഗ്രാമത്തലവൻ നമ്മളോട് പറഞ്ഞില്ലേ, കണ്ണിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാര് ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തവരാ. അവരെവിടെയൊക്കെയാ നിൽക്കുന്നെന്ന് അറിയില്ലല്ലോ. എന്തായാലും എല്ലാവരും തൊഴുതൊന്ന് പരിചയപ്പെട്ടേക്കാം. നമസ്കാരം ഉണ്ടേ അനിയാ, നമസ്കാരം. എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. എന്തുവാ? കണ്ണിൽ പെടാത്ത ഒരു തുണി കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ കാണണമെന്ന് വിചാരിച്ച് തുണിയെല്ലാം അടിച്ചു വെച്ചിട്ടായിരിക്കും അവർ കിടന്ന് കറങ്ങുന്നത്. അങ്ങനെയെങ്കിൽ പെണ്ണുങ്ങളൊക്കെ എങ്ങനെ? ആരെയാണ് നോക്കുന്നത്? വേതാളം, നിങ്ങൾ ഇവിടെ വന്ന് കുടുങ്ങിയല്ലേ ഞങ്ങളെ രാജാവിന്റെ അടുത്ത്. അമ്പയ്യു, ഇനിയും തൊടുക്കൂ. ഇപ്പൊ ഞാൻ അമ്പ വിടുന്നത് കണ്ടോ? വേണ്ട, ഞാനെന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ലക്ഷ്യം വെച്ചത് ശരിയാ, പക്ഷെ കൊണ്ടില്ല. കിട്ടി കിട്ടി കിട്ടി. ഒന്ന് വേഗം വലിച്ചോണ്ട് പോവേ. മുക്കി മുക്കി. ഇനി നമുക്ക് ക്ഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ നാശമാക്കാൻ വന്ന 3 വേതാളങ്ങളെയും സംസാരിക്കുന്ന പക്ഷിയെയും വിഷച്ചിലന്തിയെ കൊണ്ട് കടിപ്പിക്കാൻ ഞാൻ ഉത്തരവിടുന്നു. അച്ഛൻ ഒന്ന് നിർത്തിക്കേ. ആ വേതാളത്തിന്റെ കണ്ണ് കണ്ട അച്ഛൻ പറയുന്ന പോലെ ഒന്നും തോന്നുന്നില്ല. ഓഹോ, എന്താ ഏതെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ശിക്ഷ കൊടുത്താ പോരെ? ആ കറക്കുന്നത് നിർത്ത. ആ വേതാളത്തിന്റെ വായിലിരിക്കുന്നത് എടുക്കോ. കുള്ളന്മാരുടെ മഹാരാജൻ, ഞങ്ങൾ വേതാളങ്ങളല്ല. വേതാളങ്ങളെപ്പോലെ വേഷമണിഞ്ഞിരിക്കുന്ന സാധാരണ മനുഷ്യരാണ്. ഞങ്ങൾ വൈരനെല്ലൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ കാമുകിയായ പവിഴമല്ലിയെ വേതാളങ്ങൾ കൊണ്ടുപോയിരിക്കുകയാണ്. ഇതെന്തൊരു കഷ്ടമാ. അവളെ രക്ഷിക്കാൻ വേണ്ടിയും ഞങ്ങളുടെ നാട് രക്ഷിക്കാൻ വേണ്ടിയുമാണ് ഈ വേഷം അണിഞ്ഞുകൊണ്ട് വേതാളക്കോട്ട തേടി പോകുന്നത്. അങ്ങനെയാണോ? വീരനെ, അവന്റെ പല്ലൊന്ന് ഇളക്കി നോക്കിക്കേ. നല്ല കാര്യം. പാവങ്ങളെ ഇപ്പൊ കൊന്നുകളഞ്ഞേനെ. ആദ്യം തന്നെ ആ 3 പേരുടെയും കെട്ടഴിച്ചേ. സഭാഷ് മകളെ, രൂപത്തിന് പറ്റിയ ബുദ്ധി. കടുകിന്റെ അത്രേ ഉള്ളൂ, നാക്ക് കണ്ടില്ലേ? ഞാനാണ് കുള്ളന്മാരുടെ രാജാവ്, കൊക്കൈ ന്യൂട്ടൻ. ഇതെന്റെ പ്രിയപത്നി ഫ്ലെമിംഗ് സുന്ദരി. ഇവൾ ഞങ്ങളുടെ ഒരേ ഒരു പുത്രി എയ്ൻസ്റ്റീൻ കാമാക്ഷി. ഹായ്. ഓഹോ, വേതാളങ്ങൾ ഞങ്ങൾക്കും ശത്രുക്കളാണ്. അവര് സോമരസം കുടിക്കുമ്പോൾ ഞങ്ങളെ കുത്തി കുത്തി അച്ചാറ് പോലെ നക്കാറുണ്ട്. അത്ര കെച്ചികളാണവർ. ഞങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞതിന് കാരണമേ ആ വേതാളങ്ങളാ. ശരി, എന്തായാലും ഞങ്ങളുടെ കുലമഹിമ കാട്ടി നിങ്ങളെ വരവേൽക്കുന്നു. ആരെവിടെ? ഊതട പീപ്പി. ഏത് ദിശയിലേക്ക് പോകണമെന്ന് അറിയില്ലല്ലോ. അങ്ങോട്ട് നോക്കടാ, ചെങ്കലത്തി പുകയില്ല. മറുതീര, ഇത് വഴി കാണിക്കുന്ന അപൂർവമായ ഇലയാ. കാമാ, പുസ്തകം എടുക്ക്. എടുക്ക്. അതെ, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഇല കൊണ്ട് പീപ്പി ഉണ്ടാക്കി ഊതിയാ വരുവോ? ഞാൻ വല്ല വിളിച്ചു പറയുവേ. പീപ്പി ഉണ്ടാക്കി ഊതിയാൽ പച്ചത്തവള നമുക്കൊന്ന് വഴി കാണിച്ചു തരുമെന്നേ. അതെ, തലവനല്ലേ വഴി കാണിക്കേണ്ടത്. തവള എങ്ങനെയാ വഴി കാണിക്കുന്നേ? ശരിക്കുള്ള വഴി തലവൻ കാട്ടിയാലെന്താ, തവള കാട്ടിയാലെന്താ? ഇങ്ങനാണോ ഊത്തോതുന്നത്? ദോ അവിടെ പച്ചത്തവള ഊതിയപ്പോഴത്തേക്ക് വേഗം വന്നല്ലോ.
കേറ്റ് കേറ്റ് കേറ്റ്. മറുതീര, ഇങ്ങനെ നാണിച്ചു നിൽക്കാതെ തവളയോട് വഴി ചോദിക്ക്. വേതാള കോട്ടയിലേക്ക് എങ്ങനെയാ പോവണ്ടേ? മറുതീര, തവളെ ഓടിക്കല്ലേ. എന്താ എഴുതിയിരിക്കുന്നത് നോക്കട്ടെ. ദാ നോക്ക്, പച്ചത്തവള മുന്നിൽ വരും. അവന്റെ അടുത്ത് കല്യാണം കഴിഞ്ഞ് ശാന്തിമുഹൂർത്തം കഴിയാത്ത ഏകപത്നി വ്രതമുള്ള ഒരുത്തൻ വന്ന് വഴി ചോദിച്ച് ആ തവളയുടെ പുറം നോക്കി അമർത്തിക്കൊണ്ട് നക്കിയാൽ നക്കണോ? വഴി കാണിക്കും. അത്രേ ഉള്ളു. ഇവൻ എന്തിനാ ഊത്തന്റെ നേരെ നോക്കി ഊതുന്നേ? താരകയുടെ കൂടെ കൊഞ്ചു കളിച്ചോണ്ടിരിക്കേണ്ട സമയത്ത് ഈ തവളയുടെ മുതുകത്ത് നക്കണം പോലോ. താമസിപ്പിക്കാതെ അങ്ങോട്ട് ഒന്ന് നക്കിയേട്ടാ. പോടി അവിടുന്ന്. ഒന്ന് നക്കുന്നേ. ഒന്ന് വേഗം നക്ക്. ഒന്ന് ചുമ്മാ ഇരുടാ. എന്തുവാടാ ഇത്? അമ്പലത്തിൽ നിന്ന് തരുന്ന പാൽപ്പായസോ നക്കി നക്കി കുടിക്കാൻ? പാമ്പ് തിന്നുന്ന തവളയാടാ. പാമ്പൊന്നും ദേഷ്യപ്പെടില്ല. ഛെ, ഒന്ന് നക്ക്. നക്ക് ചേട്ടാ, നക്ക്. താരകേ, പച്ചത്തവളെ, വേതാള വഴി എവിടെ? ഇതെന്താ ഇങ്ങോട്ട് നോക്കി കാണിക്കുന്നേ? ആഹാ, ആ ദിശയിലേക്കാണോ? പച്ചത്തവള കലക്കി. ഇതിലല്ലേ ശക്തി മരുന്നുള്ളത്? ഇതെടുക്കാതെ എങ്ങോട്ടാ പോകുന്നേ?
ആരാണ് നിങ്ങള്? നീയാരാ? രാജകുമാരി എന്താ ഇവിടെ? രാജകുമാരി? പറയൂ. നിങ്ങളാരാ? നിങ്ങളുടെ രാജകുമാരിയെ പുലി ഓടിക്കുന്ന സമയത്ത് പുളിങ്കുരു പെറുക്കാൻ വേണ്ടി പോയതാണോ? അയ്യോ, അത് സേനാധിപതിയാ. ഇദ്ദേഹമാണ് എന്നെ കരിമ്പുലിയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടുത്തിയത്. ഞാൻ വേതാളക്കോട്ടയുടെ സേനാധിപതി ജലതരംഗൻ. ഈ ജലതരംഗൻ അറിയാതെ അവിടെ ഒരു ഈച്ച പോലും പറക്കില്ല. നീയാരാ? ഞങ്ങൾ ഹിമാലയ താഴ്വരയിലുള്ള കാങ്കിരി ദേശത്തുനിന്ന് വരുന്ന വേതാളങ്ങളാ. കണ്ടില്ലേ കണ്ണെല്ലാം? ഞാൻ ആ ദേശത്തിലെ മൂലിക രാജകുമാരനാണ്. പൊതുവെ ഞാൻ പുലിയെ കൊണ്ടാണ് മരുന്നുകൾ ഉണ്ടാക്കുന്നത്. പുളിക്കുരു കൊണ്ടല്ല, സത്യമായ പുലിപ്പാല് കൊണ്ട്. ഈ ജലതരംഗന് പുലിമരുന്നോ? നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ വേതാളക്കോട്ടയിലുള്ള എല്ലാവർക്കും വേണ്ടിയാ കൊണ്ടുവന്നേ. ഇനി ഈ പുലിമരുന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് മാത്രം നോക്കിയാലും. അപ്പോ നിന്നെ ഞാൻ തന്നെ കോട്ടയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകണം. നിങ്ങൾ എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോയില്ലെങ്കിലും ഞാൻ അവിടെ എത്തും. എല്ലാ പരിശോധനയും കഴിഞ്ഞു. ഭാണ്ഡത്തിലുള്ളത് ഔഷധച്ചെടികളും അതിന്റെ വേരുകളുമാ. ഒരു സിദ്ധനെന്തിനാണ് ആയുധം? വാളുറയിലിടൂ. ശക്തി മരുന്നല്ല അവര് കൊണ്ടുപോയി. ഇനി പല്ലില്ലാത്ത പാമ്പിനെ പോലെ നമ്മള്. എന്തായാലും നനഞ്ഞോ? ഇനി നമുക്ക് കുളിച്ചു കയറാം. ആരാണ് ഇവരൊക്കെ? പരിതാപം തോന്നുന്നില്ല കണ്ടിട്ട്. അപ്പൊ നമ്മളെ ഒന്നും ചെയ്യില്ല. ഇതെന്തോ ഇവിടെ ഈ അമ്മച്ചി മഹാറാണിയാണ് അതോ മന്ത്രവാദിയാണ്? ഇവരൊക്കെ എവിടുന്നാണ് വന്നിരിക്കുന്നത്? റാണി ചോദിച്ചത് കേട്ടില്ലേ? ഞങ്ങള് കാങ്കിണി ദേശത്തു നിന്ന് മരുന്നുകളുടെ വിത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. റാണി, ഞാൻ മൂലിക രാജകുമാരൻ മരുതീരൻ. ഇവിടെ രക്തം ഛർദ്ദിക്കുന്ന രോഗത്താൽ മാസത്തിൽ 3 പേര് മരണമടഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് വൈകി വന്നിരിക്കുന്നത്? വരുന്ന വഴിക്ക് വയറിളകി എന്ന് പറഞ്ഞാലോ? എന്തിയാണോ കാണുന്നത്? എന്തിനാടാ ഇവര് നമ്മളെ കൊട്ടാരം കറക്കി കാണിക്കുന്നത്? പറയൂ രാജകുമാര. രാജകുമാരിയോടൊത്തു വരുമ്പോ കഴുകം മലയിൽ വെച്ച് ഞാനിവരെ കണ്ടുപിട്ടി. കരിമ്പുലിയുടെ അടുത്ത് നിന്നും രാജകുമാരിയെ രക്ഷിച്ചത് ഈ രാജകുമാരനാണോ? ഞാൻ അറിഞ്ഞു. സന്തോഷം. എന്തു പറ്റി? പറയൂ, എന്താണ് ഇത്ര വൈകിയത്? റാണി, ഞങ്ങളുടെ കാങ്കിരി ദേശത്ത് ഭയങ്കര കൊടുങ്കാറ്റ്. അതുകൊണ്ട് മരുന്ന് ചെടികളെല്ലാം നഷ്ടപ്പെട്ടു പോയായിരുന്നു. അതാ താമസിച്ചത്. മരുന്ന് തയ്യാറാക്കുവാൻ നിങ്ങൾക്ക് എത്ര ദിവസം വേണ്ടിവരും? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുലക്കണേ. യമുന റാണി, കുറുക്കുപ്പൂവിന്റെ വിത്തുകൾ വെയിലത്ത് വെച്ച് ഉണക്കണം. പിന്നെ വാപ്പേരിയിലെ വെയിലത്ത് വെച്ച് ഉണക്കി അതരയ്ക്കണം. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. മരുന്ന് എപ്പോൾ തയ്യാറാകും? തയ്യാറായാലുടനെ അസുഖം ഭേദമാക്കി കാണിക്കുമല്ലോ. എന്താ
മറുപടി ഒന്നും പറയാത്തത്? തീർച്ചയായിട്ടും രോഗം ശമിപ്പിച്ച് കാണിക്കും റാണി. അതാ വേണ്ടത്. നിങ്ങൾ കുറച്ച് വിശ്രമിച്ചിട്ട് ജോലി വേഗം തുടങ്ങിക്കോളൂ. വളരെ നന്ദി മഹാറാണി. ഈ കൊടുങ്കാട്ടി നമ്മുടെ കഥയ്ക്കൊരു അവസാനം ഉണ്ടാകുമോ? നമ്മുടെ കഥ കഴിയുമെന്ന് തോന്നുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ് ബീറ്റ? വടക്ക് കിഴക്കുന്ന ഒരു നല്ല വാർത്ത വരുന്നെന്നാണ് പഞ്ചാംഗം പറയുന്നത്. നല്ല നമ്മുടെ ചൂരനാ നോക്ക്, മോളിയിരിക്കുന്ന ആര്? മരുന്ന് കുപ്പി കണ്ടുപിടിച്ച് പൊക്കിയില്ലേ? ശക്തി മരുന്ന് കണ്ടപ്പോഴാ എന്റെ ജീവൻ നേരെ വീണത്. സുറ ആൽഫ ഇക്കിളിയാക്കല്ലേ, എനിക്ക് നാണം ആവുന്നു. ദേവി ഇത് മരുന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റ്. നമുക്ക് ഈ മരുന്ന് സഞ്ചിയിലുള്ള കുപ്പിയിലോട്ട് മാറ്റിയിട്ടേ ഇതിനകത്ത് വെള്ളം നിറച്ചു വെക്കാം. മർദീര, ശൂരനും ആൽഫയും മരുന്നെടുക്കാൻ പോയ സ്ഥലത്ത് വെച്ച് ഒരു അശ്ലീലി കേട്ടെന്നാ പറഞ്ഞ്. എന്താ? വൈരനെല്ലൂരിന്ന് കടത്തിക്കൊണ്ടുവന്ന പെൺകുട്ടിയെ പൂജയിടന്ന് ബലി കൊടുക്കാൻ തീരുമാനിച്ചെന്ന്. പവിഴമല്ലേ?